സോ വെൽക്കം ബാക്ക് ടു ആൻഡ് സ്റ്റാർസ്. ആൻഡ് സ്റ്റാർസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് 2 ലെറ്റേഴ്സ് ആയിട്ടാണ്. ഇത് ഏകദേശം 96 ആ സമയത്ത് വന്ന ലെറ്ററാണ്. ഇതിപ്പോൾ 30 years ആയി ആ ലെറ്റർ വന്നിട്ട്. അപ്പോൾ ഈ ലെറ്റർ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. മൊത്തത്തിൽ ആ ലെറ്റർ തന്നെ കാണിച്ചു തരാം. സ്റ്റാർട്ട്. അപ്പോൾ ഇത് പുള്ളിൽ നിന്ന് വന്ന ഒരു ലെറ്ററാണ്. അപ്പോൾ ഈ പുള്ളെന്ന് പറഞ്ഞപ്പോൾ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇത് ആരുടെ ലെറ്ററാണ്, എവിടുന്ന ലെറ്റർ വന്നതെന്നൊക്കെ അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ അറിഞ്ഞവർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഇനി പറയാണ്, ഇത് ലേഡി സൂപ്പർ സ്റ്റാർ, കേരളത്തിലത്തെ ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യരുടെ ഒരു ലെറ്ററാണ്. ഇത് പപ്പയ്ക്ക് അയച്ചു കൊടുത്ത ലെറ്ററാണ്, മാഡം അയച്ചു കൊടുത്തൊരു ലെറ്ററാണ്. അതെന്ന് സംഭവം എന്ന് വെച്ചാൽ, പപ്പ പണ്ട് വരയ്ക്കണ സമയത്ത് പപ്പ വരയ്ക്കണ നന്നായി വരയ്ക്കും പപ്പ. അപ്പോൾ ആ സമയത്ത് പപ്പ ഒരു ലെറ്ററിൽ എഴുതി, കുറച്ചൊക്കെ എഴുതി, പിന്നെ നമ്മുടെ മഞ്ജു വാര്യരുടെ ഫോട്ടോ ഒക്കെ വരച്ച് അയച്ചു കൊടുത്തു. അപ്പോൾ അതിന് റിപ്ലൈ പോലെ അന്നേരം പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മേക്കപ്പ് ഇല്ലാത്തൊരു ഫോട്ടോ അയച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ കൊടുത്ത ഒരു ഫോട്ടോയും അതിൽ തന്നെ ഉണ്ട്, ആ ലെറ്ററിൻ്റെ ഒപ്പം ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ലെറ്റർ തുറക്കാൻ പോണേ. ഇത് ഓൾറെഡി തുറന്നതാണ്, അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ പപ്പയ്ക്ക് റിപ്ലൈ പോലെ അയച്ചു കൊടുത്തൊരു ഫോട്ടോയാണിത്. ഇതൊരു മേക്കപ്പ് ഇല്ലാത്ത ഫോട്ടോയാണ്, പണ്ടത്തെ മഞ്ജു വാര്യരുടെ ഒരു ഫോട്ടോയാണിത്. അപ്പോൾ ഇതാണ് പപ്പ അയച്ചു കൊടുത്ത ഫോട്ടോ. ഇത് ആക്ച്വലി കോപ്പിയാണ്, ആക്ച്വലി റിയൽ വൺ അയച്ചു കൊടുത്തതാണ്. ഇത് ഹിന്ദി ഫിലിം ഫെയറിൽ വന്നൊരു മഞ്ജു വാര്യരുടെ ഒരു ഫോട്ടോയാണ്. അത് പപ്പ വരച്ച് അയച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് അടുത്ത ലെറ്റർ നമുക്ക് ആരുടെയാന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ലെറ്റർ. ഇത് ആരുടെയാന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ബേബി ശാലിനി പപ്പയ്ക്ക് അയച്ചു കൊടുത്ത ഒരു ലെറ്ററാണ്. ഇതും അതുപോലെ തന്നെ പപ്പ ഫോട്ടോ അയച്ചു കൊടുത്തു, പപ്പ വരച്ചത് അയച്ചു കൊടുത്തു. അതിന് റിപ്ലൈ പോലെ വന്ന ലെറ്ററാണിത്. ഇത് ആക്ച്വലി ഒരു ഫോട്ടോയും ഉണ്ട് ഇതിൽ ശാലു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ലെറ്റർ വായിക്കാൻ പോവാണ്. Received your loving letter. Thank you for it. Sorry for the delay. Anyway, I thank God for giving me a chance to meet you all through Aniyati Prav. I always need your love and prayers. With love, Shad. ഇതാണ് അപ്പോൾ പപ്പയ്ക്ക് അയച്ചു കൊടുത്ത ലെറ്റർ, അതുപോലെ തന്നെ ഫോട്ടോ. അപ്പോൾ പപ്പ അയച്ചു കൊടുത്ത ഫോട്ടോ നമുക്ക് കാണണ്ടേ. അപ്പോൾ ഇതാണ് പപ്പ വരച്ചയച്ചു കൊടുത്ത ഫോട്ടോ. പക്ഷേ ഇത് കോപ്പിയാണ്, മറ്റേത് നമ്മൾ ഓൾറെഡി അയച്ചു കൊടുത്തതാണത്. അപ്പോൾ ഇതുപോലെ തന്നെ പപ്പ കുറേ പിക്ചേഴ്സ് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെറുതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ആക്ച്വലി പപ്പ കോളേജ് ടൈമിലൊക്കെ വരച്ച പിക്ചേഴ്സാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഷാറുഖ് ഖാൻ്റെ ഒരു പിക്ചറാണ്. ഷാറുഖ് ഖാൻ്റെ ഫോട്ടോ പപ്പ വരച്ചതാണ്. അപ്പോൾ ഇതാണ് ആ പിക്ചർ. അടുത്ത പിക്ചർ നമ്മുടെ മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ്റെ പിക്ചറാണ് ഇപ്പോൾ വരച്ചാണ് അടുത്തത്. അടുത്തത് ഞങ്ങളുടെ ഒരു പിക്ചറാണ്. ഇത് ഞങ്ങൾ ആക്ച്വലി ഒരു ഫങ്ഷന് പോയപ്പോൾ അവിടെ വെച്ചെടുത്ത ഫോട്ടോ പപ്പ വരച്ചതാണ്. അപ്പോൾ ഇതിൽ ആരാണ് ആലെന്ന് ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അടുത്തത് ഈ ഒരു പിക്ചർ വരച്ചത് പപ്പയുടെ ഒരു കൂട്ടുകാരൻ്റെ, അതായത് ഫ്രണ്ടിൻ്റെ മകളുടെ ഒരു ഫോട്ടോയാണ്. ആക്ച്വലി ഈ കുട്ടി ഒരു ശ്രീലങ്കൻ കുട്ടിയാണ്. പക്ഷെ നമ്മുടെ റീച്ചുട്ടിയുടെ ചൈല് എവിടെയോ ഒരു റീച്ചുട്ടി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വരച്ചത് ഈ ഒരു പിക്ചർ കാണിച്ചു തരുന്നത്. അപ്പോൾ വേറെ കുറേ പിക്ചേഴ്സൊക്കെ പപ്പ വരച്ചിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്ന് ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി നാളെ നമുക്കൊരു വേറെ എപ്പിസോഡായിട്ട് വരാം. അതുവരെയ്ക്കും ടാറ്റാ. പിന്നെ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഓൾ.